മിസ എന്ന നാടകം പറയുന്നത് ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയെക്കുറിച്ചാണ്. അടിയന്തരാവസ്ഥയുടെ ഉരുക്കുമുഷ്ടിക്ക് മുമ്പിൽ തന്റെ കലയെ ആയുധമാക്കി പതറാതെ നിന്ന സ്നേഹലത റെഡ്ഡിയെക്കുറിച്ച്. ചെന്നൈ നാടകവേദിയുടെ ജീവനാഡിയായിരുന്ന സ്നേഹലത പോലീസിന്റെ കടുത്ത ശാരീരിക പീഡനങ്ങൾക്കിടയിലും ഭരണകൂടത്തോട് അടിയറവ് പറയാതെ രക്തസാക്ഷിത്വം വരിച്ചു. ആ ധീര വനിതയുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ജീവിതാവസാനം വരെ ഭരണകൂടത്തോട് പോരാടുകയായിരുന്നു സ്നേഹലത റെഡ്ഡി. ആന്ധ്രയിൽ ജനിച്ച് ചെന്നൈയിൽ സ്ഥിരതാമസമായ സ്നേഹലത പ്രശസ്തമായ മദ്രാസ് പ്ലേയേഴ്സ് എന്ന നാടക ട്രൂപ്പിലൂടെ ചെന്നൈ നാടകവേദിയുടെ ജീവനാഡിയായി മാറി. സംസ്കാര എന്ന കന്നഡ സിനിമയിലെ അഭിനയത്തിന് ഉർവശി അവാർഡും അവരെ തേടി വന്നു. ശക്തയായ ഫെമിനിസ്റ്റ് എഴുത്തുകാരിയായിരുന്ന സ്നേഹലത രാമായണത്തിലെ പുരുഷാധിപത്യ ചിന്തകളെ ഉയർത്തി സീത എന്ന നാടകം രചിച്ചു. കൗമാരത്തിൽ തന്നെ സോഷ്യലിസ്റ്റ് നേതാവായ റാം മനോഹർ ലോഹ്യയുടെ ചിന്തകളിൽ ആകൃഷ്ടയായ സ്നേഹലത സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകയായി മാറി. അടിയന്തരാവസ്ഥ കാലത്ത് ഒളിവിൽ പോയ സോഷ്യലിസ്റ്റ് നേതാവ് ജോർജ് ഫെർണാണ്ടസ് ബംഗളൂരുവിലെ സ്നേഹലതയുടെ വീട്ടിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നു. പോലീസ് ചോദിച്ചപ്പോൾ ജോർജ് ഫെർണാണ്ടസ് എവിടെയെന്ന് വെളിപ്പെടുത്താൻ തയ്യാറാകാത്തതിനാൽ 1976 മെയ് 2 അവർ അറസ്റ്റിലായി. തടവിൽ കഴിഞ്ഞ സ്നേഹലത നേരിട്ടത് കൊടിയ പോലീസ് പീഡനമായിരുന്നു. നഗ്നയാക്കി മർദ്ദിക്കുകയും ഏകാന്ത തടവിൽ പാർപ്പിക്കുകയും ചെയ്തതോടെ ആസ്മാരോഗിയായിരുന്ന സ്നേഹലത രോഗം മൂർച്ഛിച്ച് ഒരു ഹൃദ്രോഗിയായി മാറി. മരണപ്പെടുമെന്ന ഘട്ടമായപ്പോൾ മാത്രമാണ് അവരെ മോചിപ്പിക്കാൻ പോലീസ് തയ്യാറായത്. 1977 ജനുവരി 15 ജയിൽ മോചിതയായ സ്നേഹലത 5 ദിവസം കഴിഞ്ഞ് ജനുവരി 20 മരണത്തിന് കീഴടങ്ങി. ഇന്ദിരാഗാന്ധിയോട് മാപ്പപേക്ഷിച്ചാൽ വെറുതെ വിടാമെന്ന് വാഗ്ദാനമുണ്ടായിട്ടും തന്റെ കലയും രാഷ്ട്രീയവും ഉയർത്തിപ്പിടിച്ച് രക്തസാക്ഷിത്വം വരിക്കുകയായിരുന്നു സ്നേഹലത റെഡ്ഡി എന്ന പോരാളി. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ. ചരിത്രം അറിയാത്തവരെ അല്ലെങ്കിൽ ചരിത്രം മനഃപൂർവ്വം മറന്നുപോയവരെ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു.